അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് നമ്മുടെ സ്വന്തം കാവേരിയുടെ ഓണർ ആയിട്ടുള്ള ഷിമിൽക്കയാണ്. ഷിമിൽക്ക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? ഉഷാറാണ്. ഈ ഇപ്പം പൊതുവെ ഒരു ആന എന്ന് പറയുന്നത് ആനേനെ വളർത്താൻ ഒരു കമ്പം വേണമെന്ന് പറയും പൊതുവെ ആൾക്കാർ. അപ്പൊ ഈ ആനക്കമ്പം എന്ന് പറയുന്ന ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആനക്കമ്പല്ല, നാക്കാലിക്കമ്പാണ്. അത് ഏത്, ഞാൻ പറഞ്ഞില്ലേ, ആന എന്നല്ല, ഏത് ജീവിട്ടിയാലും വളർത്തും. അതായത് ഞാൻ ഇവിടെ അനുവദനീയമായ മൃഗങ്ങൾ വളർത്താൻ ഏതുമില്ല, ഒട്ടകം വരെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു ആനനോടുള്ള കമ്പം മൂത്ത് പോയി വാങ്ങിയതല്ല. എനിക്ക് എല്ലാ മൃഗങ്ങളെയും വളർത്താൻ താല്പര്യമാണ്. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇപ്പൊ മറ്റു ജീവികളെ വളർത്തുന്ന പോലെ അല്ലല്ലോ, ഇത് കുറച്ചുകൂടി വലുപ്പമുള്ള ആളാണ്. അല്ല, അത് കുറെ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ആന കൊണ്ടുവരികയാണെന്ന് പറഞ്ഞപ്പോ വീട്ടില് ഫാമിലിനെ വിളിച്ച് പേടിപ്പിക്കലും. പലരും പറഞ്ഞു ഇത് ഓൻ കുതിരയും ഒട്ടകവും പശുവൊക്കെ വളർത്തുണ്ടാവും, പക്ഷെ ആനയാണിത്, പിന്നെന്തോ ആനച്ചോറ്, എന്താ കൊലച്ചോറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫാദറിനെ വിളിച്ച് കുറെ പേടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫാദറിന് അറിയാം നമ്മള് ഇറങ്ങിയ വളർത്തുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരു ഇത്രയും വലുപ്പമുള്ള ഒരു ആന കയ്യിലേക്ക് കിട്ടുമ്പോ ഇവളെ മെരുക്കിയെടുക്കാൻ എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു? അല്ല, അതായത് ഞാൻ പണി പഠിക്കേണ്ടത് ഇവളെ കാവേരിമലല്ല. നമ്മളെ ഫസ്റ്റ് ആന ഞാനും വേറൊരാളും കൂടിയിട്ടൊരു കൊമ്പനാന പാർത്ഥസാരഥി എന്ന് പറഞ്ഞ ഒരു ആനയാണ് കൊണ്ടുവരുന്നുണ്ട്. അന്ന് നമുക്ക് ഇതിനൊരു ABCD അറിയില്ല, ആന എന്താണെന്ന് അറിയില്ല. മറ്റു ജീവികൾ ഞാൻ പശു ആടിനെ പോലെ രാവിലെ ചെല്ലും, അവര് നീച്ചിട്ട് ചെല്ലും, വെള്ളം കൊടുക്കാൻ പോകും. അങ്ങനെ 2-3 പ്രാവശ്യം ആനയുടെ നിങ്ങൾക്ക് കിട്ടി. ഒരു പ്രാവശ്യം എൻ്റെ കൈയൊക്കെ മുറിച്ചു ആന. അങ്ങനെ ഇതിന്റെ കൂടെ അവര് അന്നത്തെ ചട്ടക്കാരെ കൂടെ നിന്ന് ആണ് പണി പഠിക്കുന്നത്. കാവേരിനെ ഒന്ന് മെരുക്കിയെടുക്കാൻ എത്ര സമയം എടുത്തു? ഇല്ല, കാവേരിനെ സംബന്ധിച്ചിടത്തോളം കാവേരി പെട്ടെന്നായി. മറ്റേ ആനയാണ് എനിക്ക് സംശയം കുറച്ച് ടൈം എടുത്തത്. പാർത്ഥസാരഥി. ഇവള് നമ്മളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പാർത്ഥസാരഥി എന്നെ 3 പ്രാവശ്യം അടിച്ചിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഒന്ന് വേണമെങ്കിൽ ബാക്ക് ഓഫ് ചെയ്യാവുന്ന സാഹചര്യമാണല്ലോ ഈ ഇഞ്ചുറി ഉണ്ടാക്കാന്ന് പറയുന്നത്. അല്ല, അത് അന്ന് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ആനന്റെ തെറ്റല്ല. ആനക്ക്, അതായത് ആ പാർത്ഥസാരഥി കൊണ്ടുവരുമ്പോ ആന കുറെ കാലമായിട്ട് മതപ്പാടില്ലാത്തൊരു ആനയായിരുന്നു. ശരീരമൊന്നും ഇല്ലാതെ ക്ഷീണിച്ചിരിക്കണ്ടേ. ഇവിടെ വന്ന് ശരീരമൊക്കെ കയറി മതപ്പാട് വരുമ്പോഴാണ് എനിക്ക് കിട്ടിയ അടിയൊക്കെ. അപ്പൊ നമുക്കിത് അറിയില്ല. നമ്മൾ എന്നും നോർമൽ കയറി ചെല്ലേണ്ട മാതിരി കയറി ചെല്ലും. ഇവരെ മൂടും മട്ടും ഭാവമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെല്ലണം. ആന നമ്മൾ അറിയാതെ ചെയ്യേണ്ടതാണ്, അല്ല ബോധത്തോടെ ചെയ്യേണ്ടതല്ല. അതുപോലെ രാവിലെ ആനക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഈ മതപ്പാണ് ലേഹം കൊടുക്കണം. അപ്പൊ ഞാനിത് വിളിക്കാതെയും പറയാതെയും കയറി ചെല്ലും. അങ്ങനെയൊക്കെ കിട്ടിയതാണ്. കാവേരിനെ എങ്ങനെ ശരിക്കും കിട്ടുന്നത്? കാവേരി സത്യം പറഞ്ഞാല് ഈ കാവേരിനെ എടുക്കാൻ പോയതല്ല ഞാൻ വേറൊരു ആനനെ കയറ്റാൻ വേണ്ടി ലോറി എടുത്ത് പോകുമ്പോഴാണ് വഴിയിൽ നമ്മളൊരു സുഹൃത്ത്, നമ്മളെ അബി എന്ന് പറഞ്ഞൊരു ചെക്കുണ്ട്, അവനാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു ആന ഇങ്ങനെ കുറച്ച് ക്ഷീണത്തിൽ നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കുട്ടിയാനയുണ്ട്, നമുക്ക് രണ്ടിനെയും ഒന്ന് കാണില്ലെന്ന് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. എനിക്കിതിനെ കണ്ടപ്പോൾ ഞാനൊന്നതിൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ആന നിൽക്കേണ്ടത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ മാർക്കറ്റിൽ ചന്തക്കൊക്കെ പശു ആടൊക്കെ വരുന്നത് ശോഷിച്ച് വരുന്നത് കാണില്ല, അത് ആനയെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കണ്ടത്. നമ്മുടെ കയ്യിലൊരു ആന ഉണ്ടല്ലോ. അന്ന് ആന ഉണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അതായത് ഞാൻ ഈ പാർത്ഥസാരഥി എടുക്കുമ്പോൾ അത് അത്യാവശ്യം മോശമാണ്. അപ്പോൾ അതിലും മോശം ഇതിങ്ങോട്ട് മറിച്ചിട്ട വീയും, അത്ര കണ്ടീഷൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് എന്താ ഇങ്ങനെ, ഞാൻ കൊടുക്കൂല, ഓൽക്ക് വേണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ എടുത്തോളാം ഉള്ള. അതിൽ ഇവരൊക്കെ ആദ്യമൊക്കെ വിചാരിച്ചു ഞാൻ തമാശ പറയണമെന്നാണ്. അങ്ങനെ ഞാൻ അവരായിട്ട് സംസാരിച്ചു. ആദ്യം കുറേ ബഹളമൊക്കെ ഉണ്ടായി. അനിയൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവരാൻ പറ്റൂല, കുയ്യ് കുത്തേണ്ടി വരും, കുഴിച്ചിടാൻ. അത് വേറെ ഒന്നല്ല, മുമ്പത്തെ ആൾക്കാരുടെ പ്രശ്നമൊന്നുമല്ല, ഒന്ന് ആളെ സ്വഭാവം ഇച്ചിരി പ്രശ്നമാണ്. ഒന്നല്ല, ആള് പെട്ടെന്ന് പിണങ്ങി പോവും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആള് വാശി കുറച്ച് കൂടുതലാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ആളിഷ്ടപ്പെടാത്ത ചിലപ്പോൾ ആളുണ്ടോന്ന് നോക്കില്ല, അപ്പോൾ അടിച്ചിടുക, തട്ടുക, തൊയ്യ്, അങ്ങനെയൊക്കെ. അപ്പോൾ ആളെ സ്വഭാവം കൊണ്ട് കുറച്ച് ഭക്ഷണം കിട്ടാതാവും. എന്തായിരുന്നു ശരിക്കും കാവേരിക്ക് അന്ന് അസുഖം എന്തായിരുന്നു? ഞാൻ ഏത് ജീവിയായാലും ഫസ്റ്റ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഫുള്ള് ബ്ലഡ് ടെസ്റ്റും ഫുള്ള് ടെസ്റ്റ് എടുക്കും. അന്ന് എടുക്കുമ്പോൾ ഒന്ന് ഭക്ഷണം വെള്ളം മതിയാക്കി കിട്ടാത്തൊരു വിഷയവും, പിന്നെ അന്ന് നോക്കുമ്പോൾ കിഡ്നിക്ക് ഒരു ചെറിയ വിഷയമുണ്ട്, കിഡ്നി വീക്കാണ്. അപ്പോൾ അതിനുള്ള ഇതെടുത്തു. ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ബ്ലഡ് എടുക്കുമ്പോൾ ബ്ലഡ് കിട്ടണില്ല, ആനക്ക് ബ്ലഡ് കുറവാണ്. അവിടുന്ന് 3 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യാന്ന് നോക്കി എടുക്കുമ്പോൾ ബ്ലഡ് അത്യാവശ്യം ഏറായി, സെറ്റപ്പായി. പക്ഷെ ആന നമ്മളെ പ്രാർത്ഥനും വന്ന് കുറേ ടൈം എടുത്തു നന്നായി വരാം. പക്ഷെ ഇവള് ഡെയിലി നമുക്കിങ്ങനെ കാണാം ആന ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതായത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മാസമായപ്പോൾ തന്നെ ആന കയറി നിന്നു, പല മാറ്റങ്ങൾ വന്നു.
പിന്നെ വരുമ്പോൾ 2-3 മുറിവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇവിടെ വന്നതിന് ശേഷമുള്ള കാവേരിന്റെ സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവത്തിലുള്ള മാറ്റം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, അന്ന് ചട്ടക്കാര് പാപ്പന്മാർ കൂടെ ഉണ്ടെങ്കിലും ആന ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ അതിൽ വലിയൊരു മാറ്റം തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഉള്ളപ്പോൾ ആന ഒന്നും ചെയ്യില്ല. അതായത് നമ്മൾ അന്ന് ഈ ശരീരം ഇല്ലാത്ത കാലത്ത് 2 പാപ്പന്മാർ അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോൾ നമ്മളവിടെ മാനേജർ ചെക്കൻ എന്തോ പറഞ്ഞ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവനെ അടിച്ചിട്ടു. 2 പാപ്പന്മാർ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തോ ആ കാര്യങ്ങളൊക്കെ മാറിയ ആള്. ഇത് ഞാൻ ഇല്ലപ്പോൾ ഇല്ല, നമ്മളില്ലാത്തപ്പോൾ ഉള്ള അഭ്യാസങ്ങളേ ഉള്ളൂ. ഞാനേ ഒരിപ്പോ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തപ്പോ ഇക്ക ഒരു വീഡിയോ ഉണ്ട്, രാത്രി കിടന്നു പറയുന്നത് CCTV ഫുട്ടേജാ, ഒരു 1.5 മിനിറ്റ് ഒരു വീഡിയോ. ഒരു സാധാരണക്കാരൻ എന്നുള്ള എനിക്ക് ഭയങ്കര അത്ഭുതം, കാരണം കാലിന്റെ ചൂട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ആ കോൺഫിഡൻസ് എങ്ങനെയാ ശരിക്കും? അതിന്റെ കേസ് എന്താ വെച്ചാല്, അത് സത്യം പറഞ്ഞാൽ ഉറക്കം അതിന്റെ പിന്നിലൊരു കഥ ഉണ്ട്. അതെന്താ വെച്ചാല്, ആൾക്ക് വയറിന് എന്തെങ്കിലും വിഷയം വന്നാൽ ആൾക്ക് ഭയങ്കര ദേഷ്യ. അങ്ങനെ അന്ന് വയറിന് എന്തോ വിഷയം ഉണ്ടായിട്ട് ഞാൻ മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുക്കുമ്പോൾ ആൾക്ക് വേറെ വിഷയമുണ്ട്. ഫസ്റ്റത്തെ 2-3 പ്രാവശ്യം കഴിക്കും, 3ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ വായിൽ വെച്ച് നിൽക്കും. അപ്പോൾ ആള് എന്ത് ചെയ്യും, വായിൽ വെച്ച് നിന്നിട്ട് നമ്മൾ പോയിട്ട് തുപ്പുള്ളൂ. അന്ന് ഇത് വായിൽ വെച്ചിരുന്നപ്പോൾ ഞാനും കുറേ കളിച്ചപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തു, അടിച്ചു. ആൾക്ക് വേറെ ഒന്നുണ്ട്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാശിയാ. പിന്നെ ഇനിയിപ്പോൾ അടിച്ചോന്നൊക്കെ പറഞ്ഞാൽ കൈയൊക്കെ തരും, മാറും. പിന്നെ പേടിച്ച് മാറുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വെറുതെ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ വേദന ആയാൽ എന്നെ അടിച്ചോന്നൊക്കെ പറയും. അപ്പോൾ ആളെ ലക്ഷ്യം എന്താ വെച്ചാൽ ഞാൻ പോയിട്ട് തുപ്പ, അതാണ് പ്ലാന്. പിടിച്ചു വെച്ചിരിക്കുക. പിടിച്ച് ഇങ്ങനെ വായിൽ വെക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പൈനാപ്പിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കൊടുക്കുക. ഞാൻ അതിലെന്ത് ചെയ്തു, ഒരു പായെടുത്ത് വന്ന് അവിടെ ഇരുന്ന് കാണും. ഞാൻ ഇത് തുപ്പണൊന്ന് കാണട്ടെ എന്നുള്ളതിലേക്ക് ഞാൻ അവിടെ ഒന്ന് കിടന്നു, ഉറങ്ങി. ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു 10:30 മണിക്കാണ് ഞാൻ കിടക്കേണ്ടത്. ഒരു 12 മണിയായപ്പോൾ അന്നിൻ്റെ കസിൻ എന്തോ അന്നെന്തോലോടെ പോയി തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അവൻ വന്നിട്ട് വിളിക്കുമ്പോഴാണ് ഞാൻ നീക്കുന്നത്. അപ്പോൾ നീച്ചപ്പോഴും വായിലുണ്ട്, തുപ്പിയിട്ടില്ല. അപ്പോൾ ഇവനോട് ചോദിച്ചു എന്താ ഇവിടെ കിടക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കേസ്. അതിൽ ഞാൻ വെറുതെ 36 മക്കളെ അതൊന്ന് കഴിക്ക് ആ പറഞ്ഞോട് കൂടി ആള് കഴിച്ച്. ആക്കും പിന്നെ ഇതായി നമ്മളിവിടെ കിടന്നതും. പിന്നെ ഞാൻ പോയാൽ ആൾക്ക് അതാ സമാധാനമുള്ളൂ. മറ്റേ നമ്മൾ നിലത്ത് കിടക്കുമ്പോൾ ആൾക്ക് ടെൻഷനാണ്, നമ്മളെ കൈ മേത്തേറ്റ് തട്ടുമോ സംഭവിക്കുമോ എന്നുള്ള. നോർമലി ഒരു ആനേന്റെ ശബ്ദം കേട്ടാൽ അതിന്റെ കൂടെയുള്ള ആൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ എങ്ങനെയാ അപ്പൊ ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെയാള്, അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അതായത് ആളുകളോട് ഇഷ്ടമില്ലെങ്കിൽ ചാടിക്കും. ഞങ്ങൾക്ക് മനസ്സിലാവും, എനിക്കും വരും മനസ്സിലാവും. ആളെ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആന എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാൽ മുന്നത്തെ ലക്ഷണം എന്താ ഞങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ അത് നമ്മളെ കയ്യിൽ നിന്ന് 2-3 വട്ടം പോയിട്ടൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് നമ്മളെ കൈ വിടുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്ന കാരണം കൊണ്ടാണ് ആന പോയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സെറ്റപ്പ് ചെയ്യാം. ഒരു ദിവസത്തെ കാവേരിന്റെ ഒരു ഭക്ഷണ രീതികൾ എങ്ങനെയാ? ആള് രാവിലെ ഒരു 5:30 മണി തൊട്ട് തുടങ്ങും. രാവിലെ അവൽക്ക് എന്തെങ്കിലും ഒരു ഈത്തപ്പഴം അങ്ങനത്തെ സെറ്റപ്പ്. അത് കഴിഞ്ഞ് പട്ട, പുല്ല്, പ്ലാവിൻ്റെ ഇല. പിന്നെ വൈകിട്ട് നടത്തം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കടയിൽ പോയാൽ ഒരു ചോക്കോബാർ, 2 ചോക്കോബാർ, ഒരു പൈനാപ്പിൾ. നേരെ വീട്ടിൽ വന്നിട്ട് 2 പാക്കറ്റ് ബിസ്ക്കറ്റ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അപ്പോൾ തന്നെ ഒരു 5:30 ടൈം ആവും ചോറ്. രാത്രി ചോറ് വൈകിട്ട് 5:30 മണിക്ക് ചോറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ട. പിന്നെ ഞാൻ രാത്രി 10:30 ഞാനൊന്ന് വരും. കൈ കിട്ടിയതിനു ശേഷം ഷമീൽ ഖാനെ കാവേരി പേടിപ്പിച്ച സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേടിപ്പിച്ച സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ആന പലരും നമ്മളെടുത്തപ്പോൾ പറഞ്ഞിരുന്നു ആൻ്റെ അടുത്ത് അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ആന പലരും ഓടിക്കൊണ്ടും ഇതാക്കൊണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആന എന്താണെന്ന് കണ്ടത് ഞാൻ പട്ടാമ്പി നേർച്ചക്കാണ്. അതൊന്നുമല്ല, ഒരുത്തൻ വാലിൽ കയറി പിടിച്ചതാണ്. ആനക്ക് പിന്നെ അവിടെ നിന്നൊന്ന് അഭ്യാസം ഇറക്കണം. അപ്പോൾ ആന ഈ ടീമിനെ ഒത്ത സെന്ററിൽ നിന്ന് കിട്ടി. ആള് നമ്മളെ അതായത് ഇന്നെടുത്ത് മാറ്റി വെച്ചാണ് ആള് പോയി പിടിച്ചു. അത് കൂടെയുള്ള ഒരാള് കയറി ഇടപെട്ടു, അതാണ് പ്രശ്നമായത്. ഇതിപ്പോ ക്രൗഡിലൊക്കെ പോകുമ്പോ അങ്ങനെ കുറെ പ്രശ്നങ്ങളിലേക്ക് ആള് കൂടുന്ന. അതായത് ഇവളെ സംബന്ധിച്ചിടത്തോളം പറയാതെ പിന്നെ വന്ന് തോണ്ടുക. ഒന്നാമത് ഇവളെ വിഷയം എന്താ പറയുക, ഇവക്ക് കമന്റ് അടിച്ചാൽ വരെ മനസ്സിലാവും. ഇവക്ക് ആ കാര്യത്തിൽ നമ്മളെ പ്രാർത്ഥനാനൊക്കെ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. ആളുകൾ പുറത്തെന്ത് പറഞ്ഞാലും പോട്ടെ. ഇവളങ്ങനെയല്ല. നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് എന്താ ആന ഒക്കെ ചോദിച്ചാൽ ആന കയറിക്കും, അങ്ങോട്ട് എന്താടാ വയ്ക്കും. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ചെറിയ പയ്യന്മാർ റോഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആന പിറ്റേസ് ആ പയ്യനെ കിട്ടിയ പൂണ്ട പോക്കിലൊന്ന് തട്ടാനൊക്കെ നോക്കും. ഓർമ്മയുണ്ട്, നല്ല ഭയങ്കര ഓർമ്മ, ഒന്നും മറക്കൂല. ഈ ആനയൂട്ടിന് പോയപ്പോഴേ ഞാൻ വീഡിയോ കണ്ട സമയത്ത് എല്ലാം ഇപ്പൊ പലരും വന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഒന്നും ആള് വാങ്ങിക്കൂല. അത് അതായത് ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മള് വേണ്ടെന്ന് പറഞ്ഞ ആള് വാങ്ങൂല. അത് പിന്നെ അതിൽ മാറ്റണ്ട. അതെന്താ വെച്ചാല്
ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് എല്ലാ ഫുഡും ഡെയിലി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കൂട്ടിന് പോകുമ്പോൾ ചിലപ്പോൾ ചോറ് ചിലപ്പോൾ വാങ്ങൂല, കാരണം ചോറ് ഇവിടെ വയറിറച്ച് കിട്ടുന്നുണ്ട്. അതേമാതിരി പൈനാപ്പിളും ചോക്കോബാർ എന്നും ഓക്കെ ഈ സാധനങ്ങളൊക്കെ സ്ഥിരമാണ് ഇവിടെ. അപ്പോൾ ചിലപ്പോൾ ചെറിയ മൂടൊക്കെ മാറ്റേണ്ട ആൾ ചിലപ്പോൾ ഒന്നും വാങ്ങുന്നില്ല. എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുമോ? അപ്പോൾ മധുരവും അങ്ങനത്തെ പ്രശ്നം എല്ലാം ഒരു, അതായത് ഒന്നും പരിധി വിടരുത്. ഒരു ചെറിയൊരു ഇതൊക്കെ നമ്മളൊരു ഇഷ്ടത്തിന് കൊടുക്കുകയാണല്ലോ, മധുരവും ബിസ്ക്കറ്റൊക്കെ.